കൂടെ കുറച്ചിങ്ങനെ ഇതായിട്ട് നമ്മൾ 55 വെക്കണം. അപ്പൊ കുറച്ചും കൂടി ഐ കാണാൻ പറ്റും. പിന്നെ ആദ്യത്തെ നമ്മള് ലാഷ് വെച്ച് നോക്കാം. ഈ തുടക്കം ഫുഡ് ലാഷ് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോട്ടോക്ക് അവിടെ താഴെ ടച്ച് ചെയ്യും. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഒരു ലെയർ കട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പൊ ഓപ്പൺ ചെയ്യുമ്പോഴും അവർക്ക് ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. ബ്രൈറ്റ്സിന് ഭയങ്കര പ്രശ്നമാണ്. തുടക്കം അപ്പൊ മാക്സിമം അവിടെ ലാഷ് കട്ട് ചെയ്തിട്ട് വെക്കണായിരിക്കും നല്ലത്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതിനു ശേഷം യൂറോപ്പൊക്കെ പോകുമ്പോഴേക്ക് പിന്നെ എല്ലാവർക്കും അറിയാൻ കാര്യങ്ങളാണ്. ഇത് കമ്മിട്ട് തന്നെ അജിട്ടെടുത്തത് കണ്ടമാന ലാഷിയിൽ ഒപ്പിച്ചു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇട്ടപ്പോഴ് പുറത്ത് പോയി വന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പെൻസിൽ തന്നെ വരച്ചിട്ടൊന്ന് സ്പൈ ചെയ്തിട്ടുണ്ട്. ചെറിയ ഇത് കളർ കറക്റ്റ് എല്ലാവർക്കും അറിയാം. പിന്നെ ഇവിടെ ഒരു ഷെയ്ഡ് വ്യത്യാസം ചെറിയ ഫസ്റ്റ് പ്രൈമറിനെ സ്കിന്നിന് ഓയിലി സ്കിൻ ആയതുകൊണ്ട് മോയ്സ്ചറൈസ് വേണ്ട ഞാൻ ഓൾറെഡി പറഞ്ഞു. കാരണം വെച്ചാൽ ഭയങ്കര ഓയിലി ആണെങ്കിൽ നമ്മുടെ ഇവിടെ എല്ലാവർക്കും ഇപ്പൊ ഈസി ആയിരിക്കണമെന്നില്ല. ഈ ഫോട്ടോഷൂട്ടിന് പുറത്തു കൊണ്ടുപോകും. കാരണം വെച്ചാൽ ഫോട്ടോഗ്രാഫേഴ്സ് താലികെട്ട് 12 മണിക്കാണെങ്കിൽ മേക്കപ്പ് 6 മണിക്ക് കഴിയണം. ഫോട്ടോഗ്രാഫേഴ്സ് എപ്പോഴും അങ്ങനെ പറയണം. അപ്പൊ ഈ വെയിലത്ത് കൊണ്ടുപോയി ഭയങ്കര ചൂടുകൾ കൊള്ളുമ്പോഴ് നമ്മൾ ഈ മോയ്സ്ചറൈസർ കുറെ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം പ്രൈമറിൽ അപ്ലൈ ചെയ്ത് മാച്ചായി പോകും. അപ്പോ മേക്കപ്പ് ലാസ്റ്റ് കുറച്ച് പാടായിരിക്കും. അപ്പൊ സ്കിന്നിലിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളവർക്കാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൈമറും മോയ്സ്ചറൈസറും കൂടി കുറച്ച് മോയ്സ്ചറൈസിങ് പ്രൈമറിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യണത് ഏറ്റവും നല്ലത്. ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസിങ് കൊടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ സിറ്റുവേഷനിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടോണിലേക്ക് ആകുമ്പോഴ് നമ്മുടെ ബ്രൈഡിന്റെ കളറില്ലേ അതിനേക്കാൾ കുറച്ചിടണം സ്കിൻ ടോൺ ആവുക. കാരണം കുറച്ച് കഴിയുമ്പോഴ് ഒരു 1-2 മണിക്കൂറാണ് സ്കിന്നിൽ കറക്റ്റ്. അപ്പൊ ആളുടെ സ്കിന്നും
നമ്മളിട്ട ഫൗണ്ടേഷൻ കൺസിലറും ഈക്വലായി ഭയങ്കര സ്കിൻ ഫിനിഷിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. കുറച്ച് ഫെയർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ബ്ലെൻഡ് ചെയ്ത് എടുക്കണം. ബ്ലെൻഡ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ സ്കിൻ ടോൺ ഇടുമ്പോൾ അതൊരു ബ്ലീച്ച് എഫക്റ്റ് ആയിട്ട് മാറും. അപ്പൊ നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ട സ്കിൻ ടോൺ ഇടുമ്പോൾ ആർട്ട് സ്കിന്നിനേക്കാളും കുറച്ച് കുറയ്ക്കുന്ന രീതിയിൽ ഇടണം. അതായത് ഭയങ്കര ഇട്ടിട്ടുള്ള ഒരു ഷെയ്ഡ് കുറച്ചിടുമ്പോഴായിരിക്കും ടോൺ നമുക്ക് അത്രയും കിട്ടും. ഓൾറെഡി എല്ലാ ബ്രൈഡ്സിനെ വെച്ചാൽ എല്ലാവർക്കും എല്ലാ മേക്കപ്പിനെ പറ്റി അറിയാം. ആദ്യം നമ്മൾ വിളിക്കുമ്പോൾ ഒരു 4-5 വർഷം മുമ്പൊക്കെ വിളിച്ച് ചോദിക്കാൻ വെച്ചാലും ഏത് മേക്കപ്പ് എങ്ങനെയാ. ഇപ്പൊ ഫസ്റ്റ് തന്നെ മേക്കപ്പ് ഏതാണെന്ന് ചോദിക്കാം. ഏതാ പ്രോഡക്റ്റ് ഉപയോഗിക്കണേ, ഷാലറ്റ് ആണോ ഹുദാ ബ്യൂട്ടി ആണോ? ഇതാണ് ഫസ്റ്റ് തന്നെ ബ്രൈഡ് വിളിച്ച്. കാരണം ചെറിയവർക്ക് ശരിക്കും ആധികാരികമായിട്ട് മേക്കപ്പ് അറിയില്ല. ഒരു ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ യൂട്യൂബിലും കണ്ടിട്ടാണ് പറയുന്നത് ചെയ്യുന്നത്. ഇത് എത്ര ലാസ്റ്റ് ടൈം എങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ ഒരുപാട് നമ്മൾ ചെയ്തത് കൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ആണ്. ഈ പറയുന്ന ബ്രൈഡ്സിനായ എക്സ്പീരിയൻസ് ഇല്ല. ഇവർക്ക് ഇവർ സ്വന്തം ഫേസിൽ ചെയ്ത് പോകുന്നല്ലാണ്ട് ഇവർക്ക് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് സ്കിന്ന് കാണുന്നുണ്ട്. ചില നല്ല സ്കിന്നായിരിക്കും, ചിലപ്പോ മോശം സ്കിൻ. അപ്പൊ ചെയ്ത് നമുക്ക് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ ഇവർക്ക് നല്ലതോട് ഓൾറെഡി നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ ബ്രൈഡ്സിനത് അറിയില്ല വിളിക്കുന്നവർക്ക്. അപ്പൊ നമ്മൾ അതനുസരിച്ച് മോള് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ റീസൺ ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇത് ബാക്കിട്ട് നമ്മുടെ സ്റ്റിക്കും ലിക്വിഡ് കൺസീലർ കൂടി മിക്സ് ചെയ്യാൻ കേട്ടോ. ഇല്ല, നമ്മുടെ സ്കിന്നെ നോക്കിയിട്ട് ചെയ്താൽ മതി പ്രോഡക്റ്റ്. പിന്നെ ബ്രഷിനേക്കാൾ കുറച്ചുകൂടി ഇവരാണെങ്കിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ബ്രഷ് ആകുമ്പോൾ ചിലവർക്ക് പറ്റില്ല, ചിലവർക്ക് പക്ഷെ ഇതും പറ്റില്ല. നമ്മളുടെ ഇതേപോലെ നമുക്ക് എന്താണ് കംഫർട്ട് എന്നുള്ളതനുസരിച്ച് ഉപയോഗിക്കാൻ വേണ്ടി. എന്തായാലും പറയും. ഞാൻ പറഞ്ഞില്ല എന്റെ സ്റ്റൈലാണ് ചെയ്യണം. അപ്പൊ ഞാൻ അതനുസരിച്ച് പറഞ്ഞു. ചിലര് ആദ്യം തന്നെ പ്രൈമർ ഇട്ട് മോയിസ്ചറൈസർ പ്രൈമർ ഇട്ട് കൺസീലർ ഫൗണ്ടേഷൻ ഇട്ടിട്ടാണ് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കോമ്പാക്ട് ബ്രഷ്. ഞാൻ ചെയ്യുന്ന സ്റ്റൈലാണ് ഇവിടെ കാണിക്കുന്നത്.
ഓരോ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് ഓരോ രീതികളാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ ഇടാൻ പോണ ഫൗണ്ടേഷൻ 4 അവർ ഡിയോറിന്റെ 4 അവറിന്റെ 24 മണിക്കൂർ ഫുൾ കവറേജ് നിൽക്കുന്നുണ്ട്. 24 അതിന്റെ നമ്പർ ഇതാണ്. ഫൗണ്ടേഷൻ നമ്മുടെ ഹൈലൈറ്റിന്റെ പൊസിഷനിൽ മാത്രം
നമ്പർ തിരിക്കാണ്ട് എനിക്ക് തോന്നിയിട്ടൊരു നമ്മള് ബ്രഷ് പാക്കറ്റ് വാങ്ങിച്ചു അതിലുള്ളതാണ്. അതിന്റെ ഓണായിട്ട് ലെൻസ് ഫോട്ടോ ഫ്ലൈറ്റ് ഉണ്ടല്ലോ. സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മളിപ്പോ കുർത്തിടുമ്പോഴ് അത് കുർത്ത സ്റ്റൈല്, സാരി എടുക്കുമ്പോ അതൊക്കെ മെറ്റീരിയലാണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ രീതിക്കനുസരിച്ചായിരിക്കണം നമ്മുടെ പേര് പറയാന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ HD, അതായത് നമ്മുടെ സ്കിൻ ടോൺ മേക്കപ്പിന് പറയുമ്പോ നെക്സ്റ്റ് നമ്മൾ എന്താ അപ്ലൈ ചെയ്യുന്നോ അതനുസരിച്ചാണ് മേക്കപ്പിന്റെ പേര് പറയാം. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഒരു ഡ്യൂയി ഫിനിഷ് മേക്കപ്പിന് വേണമെങ്കിൽ ആക്കാം, അതല്ലെങ്കിൽ വേറെ ഗ്ലാസ് സ്കിൻ ആക്കാം. നമുക്ക് ഇനി ഇതിന്റെ പേര് നമ്മൾ എന്താ അപ്ലൈ ചെയ്യുന്നു അതിനെയാണ് ശരിക്കും നമ്മൾ മേക്കപ്പിന്റെ പേര് പറയേണ്ടത്.
പക്ഷെ അവരത് റീൽസിൽ കുറെ പറഞ്ഞിട്ട് ഭയങ്കര, അതായത് കുറെ നന്നായി മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് അത് മോശമാണ്. കാരണം ഇവർക്ക് പേര് കിട്ടാനും റീച്ച് കിട്ടാനും പറയുന്ന ഒരു മണ്ടത്തരങ്ങളാണ്. ചിലത് പറയുന്നത് കറക്റ്റ് ആണെങ്കിലും ചിലത് മോശമാണ്. അപ്പൊ നിങ്ങൾ റീല് കാണുമ്പോ തെറ്റിദ്ധരിക്കേണ്ട. HD മേക്കപ്പ് മാത്രമല്ല, നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നോ അതിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ മേക്കപ്പിന്റെ പേര് പറയാനുള്ളത്.